ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? എടാ മക്കളെ, നിങ്ങൾ എല്ലാരും മേടിക്കണം. അതാണ് എന്റെ ആഗ്രഹം. മേടിച്ചിട്ട് പറയാം, മിസ്സേ ഞങ്ങൾക്ക് പരീക്ഷ കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറയണം. അതാണ് എന്റെ ആഗ്രഹം. കരഞ്ഞു കേണ്ട് വെറുതെ കരഞ്ഞും പിഴിഞ്ഞിട്ടൊന്നും അയ്യോ നെഗറ്റീവ് പഠിച്ചൊന്നും പറയാൻ നിൽക്കല്ലേ. അതൊന്നും കാണാനുള്ള ശക്തിയും ത്രാണിയൊന്നും എനിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇത്രത്തോളം തന്നിട്ട് നിങ്ങൾ വേണ്ട രീതി പ്രസന്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക മക്കൾ. നെഗറ്റീവ് ഒഴിവാക്കുക, ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുക. പരീക്ഷയ്ക്ക് വേണ്ടത് എന്താണ്? ഭയമല്ല വേണ്ടത്. എന്താ വേണ്ടത്? ജാഗ്രതയാണ് വേണ്ടത്. എന്താണ്? ഭയമല്ല വേണ്ടത്. എന്താ വേണ്ടത്? പറഞ്ഞേ ഭയമല്ല വേണ്ടത്. എന്താ വേണ്ടത്? ജാഗ്രതയാണ് ഇനി എക്സാമുകൾക്ക് വേണ്ടത്. എങ്ങനത്തെ ജാഗ്രത? നെഗറ്റീവ് അടിക്കാതെ, കൺഫ്യൂഷൻ വരാതെയുള്ള ജാഗ്രത. ക്ലിയർ ആണോ? വേറിക്കേണ് വെപ്രാളപ്പെട്ട് പരവേശം അത് ചെയ്യണോ ഇത് ചെയ്യണോ, അയ്യോ അമ്മോ മാത്സ് സമയം കിട്ടില്ലയോ, ഇംഗ്ലീഷ് എന്ത് ചെയ്യും, അയ്യോ മലയാളം ഞാൻ കണ്ടിട്ടേ ഇല്ല, ഈ പ്രാന്തി മിസ്സാണെങ്കിൽ മലയാളം ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. മലയാളം അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യണ്ട. മനസ്സിലായോ? ഇംഗ്ലീഷ് അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യണ്ട. ബാക്കി സ്കോർ ചെയ്യാൻ നോക്കുക. ബാക്കി നമ്മളുടെ കയ്യിൽ സേഫ് ആണെന്ന് അറിയാലോ. ക്ലിയർ ആണോ? കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി ടെൻഷൻ മാറും. ക്ലിയർ ആണോ? മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ എന്നും പറയുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, കഴിഞ്ഞു. റെഡിയാണോ? ഒന്ന് ലൈക്കും കമന്റൊക്കെ അടിച്ചേ. ഞാനാണെങ്കിൽ ഇച്ചിരി സുന്ദരിയായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടും കൂടി ഒന്ന് കണ്ടാലെങ്കിലും ലൈക്ക് അടിക്കാൻ തോന്നില്ല എന്നെ. ശരി, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഒന്നും തന്നില്ല, എപ്പോഴും ഭയങ്കര കുനിഷ്ടൊക്കെയാണെന്ന് എനിക്കറിയാം. കാര്യമില്ല, പോട്ടെ, ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കിയ മക്കളെ, എന്താണ് കാലഹരണ ക്രമത്തിൽ എഴുതുക എന്നാണ് ചോദ്യം. ക്ലിയർ ആണോ? നോക്കിയേ, പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഏതാണ് 1 4 2 3 എന്ന് നിങ്ങൾ പറയുന്നത്? എന്താണ്? വന്ദേ മാതരം 1896 അല്ലെ, കൊൽക്കത്ത സമ്മേളനം ആരാണ് പാടിയത്? ആരാണ്? ടാഗോർ ആണ്. ആരാണ് INC അധ്യക്ഷൻ? റഹ്മത്തുള്ള സയാനി ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ 1906 എന്താണ് സ്വരാജ് എന്ന പദം? 1906 ആരായിരുന്നു? ദാദാഭായ് നവറോജി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ജനഗണമന എപ്പോഴാണ്? 1911. BN ദർ, സർലാദേവി ചൗധരാണി. എന്താണ്? ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം ഏതാണ്? 1901. ക്ലിയർ ആണോ? 1901 ഏതാണ്? കൊൽക്കത്ത സമ്മേളനം. ദിൽഷ ഇ വാച്ച ആയിരുന്നു കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി 1ഉം 4ഉം 2ഉം 3ഉം ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? എന്താണ് INC? എന്താണ് 1885 ഡിസംബർ മാസം 28 അല്ലെ രൂപീകൃതമായ സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ്? സേഫ്റ്റി വാൽ തിയറി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സേഫ്റ്റി വാൽ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാ മക്കളെ? പറഞ്ഞേ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന AO ഹ്യൂം ആണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? AO ഹ്യൂം തന്നെയാണ്. ആരാണ് സേഫ്റ്റി വാൽ സിദ്ധാന്ത ഉപജ്ഞാവ്? ദാദാഭായ് ആണോ? ലാലാ ലജ്പത് റായ് ആണോ? ലാലാ ലജ്പത് റായ് ആണോ? ദാദാഭായ് നവറോജി ആണെന്നോ? ഈ ക്ലാസ് കഴിയണ മുമ്പ് എനിക്ക് കമന്റ് ക്ലിയർ ആയിട്ട് ആൻസർ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്നാ.
ഓക്കെ ആണ്. INC-യുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന WC ബാനർജിയാണ്. INC ആദ്യകാലങ്ങൾ അറിയപ്പെട്ടിരുന്ന എന്താണ് മക്കളെ? എന്താണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. എന്താണ്? 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് ആദ്യം INC അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കുറച്ച് പറഞ്ഞുതരാം കേട്ടോ, എല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾ അടുപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചേരുംപടി ഒന്ന് ചേർത്തേ മക്കളെ, ചേരുംപടി ഒന്ന് ചേർത്തേ. എന്താണ് ആൻസർ വരിക? പെട്ടെന്ന് നോക്കി, ഏത് ആൻസർ വരിക? രണ്ടാമത്തെ ആൻസർ എന്താ വരിക മക്കളെ? പറഞ്ഞേ. സെക്കൻഡ് ആൻസർ എന്താണ്? ചേരുംപടി അങ്ങോട്ട് ചേർത്തേ. രണ്ടാമത്തെ ആൻസർ നിങ്ങൾ പറയുന്നു അല്ലെ? ഏതാണ് ആൻസർ? ഒന്നാമത്തെ ബി ആണെന്ന് പറയുന്നു. രണ്ടാമത്തെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ കാണിക്കും മിസ് ചെയ്യുന്നത്. എന്താ കാണിക്കാതെ? നിങ്ങൾക്ക് എന്തിനാ ഓപ്ഷൻ? നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയാണ് ആൻസർ വരിക എന്ന്. എന്താണ് വരിക? ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ആരാണ് മക്കളെ? ഷൗക്കത്ത് അലിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ അടുത്ത ചോദ്യം? കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ക്ലിയർ ആണോ? ദെൻ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ക്ലിയർ ആണോ? KPCC-യുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് K മാധവൻ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. എന്താണ് രണ്ടാമത്തെ ചോദ്യം? അതും വീണ്ടും ഈ മിസ് എന്താ ചേരുംപടി തന്ന് അങ്ങോട്ട് കൊല്ലുവോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. പെട്ടെന്ന് ആൻസർ ചെയ്തേ. രണ്ടാമത്തെ ആൻസർ എന്താ നോക്കാം. എന്താ വരിക ആൻസർ? നോക്കിയേ, പെട്ടെന്ന് ചെയ്ത്. എന്താ ആൻസർ വരിക? ഏതാണ് വരിക? ഓപ്ഷൻ ഏതാ വരിക നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലെ? രണ്ടാമത്തെ എന്താണ്? 9 പ്രവാസി ഭാരതീയ ദിവസമാണെങ്കിൽ മൂന്നാമത്തെ എന്താണ്? ജനുവരി 30 ആണ്. ഏതാ വരിക ആൻസർ? മൂന്നാമത്തെ എന്താണ്? ബി ആണ് വരുന്നത് അല്ലെ? ബി ആണ് വരുന്നത്. ക്ലിയർ ആണ്. നാലാമത്തെ എന്താണ്? സി. ഓക്കെ ആണോ? 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ച വർഷം എന്ന് അറിയാം അല്ലെ? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന എപ്പോഴാ മക്കളെ? 1906 സെപ്റ്റംബറിൽ ദക്ഷിണാഫ്രിക്കയിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്തിനായിരുന്നു? ട്രാൻസ്വാറിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്താണ് ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയായിരുന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഗാന്ധിജി ആദ്യമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടത് 1908 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണെന്നും കൂടി ഓർത്തു വെക്കുക. അതുപോലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ വർഷമാണ് 1915 ജനുവരി മാസം 9. ആ ദിവസത്തെയാണ് നമ്മൾ എന്തായി ആചരിക്കുന്നത്? പ്രവാസിയ ദിവസമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏതാണ്?
ഓപ്ഷൻ സി ആണ് തെറ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? മഹാത്മാ അനെ സ്റ്റുഡന്റ് എന്ന പുസ്തകം രചിച്ച് ഉമാ ദുഫേരിയ മെസ്ട്രി ആണ് എന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നു അല്ല. ആരാണ്? JM ഉപാധ്യായ. എന്താണ്? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. എന്താണ് ആൻസർ വരിക? JM ഉപാധ്യായയാണ് ആൻസർ കേട്ടോ. ഞാൻ ഉത്തരവും പറഞ്ഞു തന്നു. ഇനി ഒന്നും നിങ്ങൾക്ക് ആൻസർ പറയാനേ ഇല്ല അവിടെ. എന്താ ചോദ്യം? മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നോക്കിയേ, എന്തായിരുന്നു ആൻസർ വരിക? എന്താണ്? ഒന്നും 1900 ഏതാ ശരിയായ ജോഡി? അഞ്ചാമത്തെ ഓപ്ഷൻ സി ആണ് എന്ന് നിങ്ങൾ പറയുന്നു. നോക്കാം എന്താണ്. 1865 ശരി, 869 ശരിയാണ്, 15 ശരിയാണ്. ഇത് എന്താണ് തെറ്റ്? സുരേന്ദ്രനാഥ് ബാനർജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നാണ് പറയുന്നത്. ആണോ? ആണോ? അല്ല അല്ലെ? ആരാണ്? ഗോഖലെയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ആത്മീയ ഗുരു എന്ന് പറഞ്ഞ ലിയോ ടോൾസ്റ്റോയ് ആണെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്ന രാജഗോപാലാചാരി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാ മക്കളെ? അഹമ്മദാബാദ് ആണെങ്കിൽ ഗാന്ധിജി കൈസർ ഹിന്ദ് പദവി ഉപേക്ഷിക്കാൻ എന്തായിരുന്നു റീസൺ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ? 1919. ഗാന്ധി അധ്യക്ഷനായ ഏക INC സമ്മേളനമാണ് ഏതാണ്? 1924 ബെൽഗാം സമ്മേളനം എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. അവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തേ. ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് എന്നാണ് പറയുന്നത്. എന്താണ്? 1ഉം 3ഉമാണ് ശരി എന്നാണ് നിങ്ങൾ പറയുന്നത്. നോക്കാം എന്താണ് ഒന്നാമത്തെ ആൻസർ. എന്തായിരുന്നു ചോദ്യം? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം എന്ന് നിങ്ങൾ പറയുന്നു. ശരിയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ 1919 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ സമ്മതിച്ചു തരും? ആണോ? ശരിയാണോ? 1920 നടന്ന പ്രത്യേക കൽക്കത്ത സമ്മേളനത്തിൽ അല്ലെ? 1920 നടന്ന പ്രത്യേക കൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം പാസാക്കി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 1920 നടന്ന നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്താണ് പ്രമേയം? അതായത് 1920 പ്രത്യേക INC സമ്മേളനം കൂടി, പ്രത്യേക INC സമ്മേളനത്തിലാണ് കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം അവതരിപ്പിച്ചത്. അതേ വർഷം തന്നെയാണ് 20 നാഗ്പൂർ സമ്മേളനത്തിൽ എന്ത് ചെയ്ത് ഈ പ്രമേയം പാസ്സാക്കിയത്. ക്ലിയർ ആണോ? ആ സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? 1920 പ്രത്യേകം നടക്കുമ്പോൾ ലാലാ ലജ്പത് റായായിരുന്നു. 20 നാഗ്പൂർ വിജയരാഘവാചാര്യ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? പറഞ്ഞു മനസ്സിലായോ? ഇല്ല എന്നാ? എടാ മക്കളെ പറഞ്ഞത് മനസ്സിലായോ? 1920 നടന്ന പ്രത്യേക INC സമ്മേളനത്തിൽ, അതായത് കൊൽക്കത്ത സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായ് എന്താണ് INC പ്രസിഡന്റായി ഇരിക്കുന്ന സമയത്താണ് ഗാന്ധിജി ഈ പ്രമേയം അവതരിപ്പിച്ചത്. അതേ വർഷം തന്നെ 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വിജയരാഘവാചാര്യർ ഇരിക്കുന്ന സമയത്താണ് എന്ത് ഈ പ്രമേയം പാസ്സാക്കപ്പെട്ടത്. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ഓക്കെ, എന്റെ മക്കള് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അതുപോലെ തന്നെ 1922 22 ഗയാ സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രമേയം പിൻവലിക്കാൻ തീരുമാനിച്ചത് പ്രതിഷേധിച്ച് എന്താണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത്? ക്ലിയർ ആണ്? 1922 ഗയാ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിച്ചത്? ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിച്ച് അതിനൊപ്പം പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ത് സ്വരാജ് പാർട്ടി വന്നത്. ക്ലിയർ ആണോ? ഈ മൂന്നും മനസ്സിലായോ? ഈ മൂന്നും വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാ. 20 എന്താണ് പ്രമേയം പാസ്സാക്കാൻ പ്രത്യേക സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. അതേ സമയത്ത് തന്നെ എന്താണ് വിജയരാഘവാചാര്യ ഇരിക്കുന്ന സമയത്ത് പ്രമേയം പാസ്സാക്കിയത്. 22 എന്ത് സംഭവിച്ചു? പിൻവലിക്കാൻ തീരുമാനിച്ച് പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകൃതമായി. ഓക്കെ ആണോ? ഓക്കെ. 1919 എന്താണ് പറഞ്ഞേ? 1919 എന്താ സംഭവിച്ചത്? അന്ന് ആരായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ്, മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഓർമ്മയുണ്ടോ? ആണോ? അന്നൊന്നും സംഭവിച്ചില്ല അല്ലേ? അതെ, ഒന്നും സംഭവിച്ചില്ല. ജാബിർ സാർ എന്താണ് 1922 നടന്ന അമൃത്സറിൽ നടന്ന മോത്തിലാൽ നെഹ്റു ആണ് ആ സമയത്ത് INC പ്രസിഡന്റ്. ആ സമയത്ത് ജാലിയൻ വാലാബാഗിനെതിരെ പ്രമേയം അവതരിപ്പിച്ചതും കൂടി മനസ്സിലാക്കി വെക്കുക. ഈ മൂന്നും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 1 3 ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം എന്താ മക്കളെ? നോക്കാം. എന്താണ്? ഹൈ മിസ്സേ അൽഫിയ തോന്നുന്ന സമയത്ത് കയറി കെട്ടിയെടുത്ത് വന്നോളൂ. പറ, എക്സാം ചെയ്ത് എന്താണ് ചോദ്യം? എന്തായിരുന്നു ചോദ്യം? റൗലത്ത് നിയമത്തിൽ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ അധികാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്നതും തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തേ. ആൻസർ പെട്ടെന്ന് നോക്കിയേ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. ആണോ? ആണോ? അല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ സമ്മതിച്ച് തരുന്നു അല്ലെ? അപ്പൊ അത് ശരിയല്ല. ബാക്കി എന്താണ്? വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം എന്ന് പറയുന്നു. അത് ശരിയാണ്. പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ നടത്താം എന്ന് പറയുന്നു. അതും ശരിയാണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അതും ശരിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ് ശരി? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ശരി അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരി. എന്താണ് റൗലത്ത് ആക്ട്? ഏത് വർഷമാണ്? പറഞ്ഞേ. എന്താണ്? 1919 ആണോ? 19 ആണോ? ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നോക്കാം എന്താണ് എന്താണ് പറഞ്ഞേ. എന്താണ് ജസ്റ്റിസ് റൗലത്ത്? എന്താണ് റൗലത്ത് ആക്ടിന്റെ ഔദ്യോഗിക നാമം? എന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് ആണ്. എന്താണ്? റൗലത്ത് ആക്ടിന്റെ എന്താണ് ഔദ്യോഗിക നാമം അല്ലെ? എപ്പോഴാണ് പാസ്സാക്കിയത്? 1919 ഫെബ്രുവരി മാസത്തിലാണ് പാസ്സാക്കിയത്. ക്ലിയർ ആണോ? എന്താണ്? ആക്ട് ആണ് നിലവിൽ വന്ന് 19 മാർച്ച് 19. എപ്പോഴാണ്? മാർച്ച് 10 ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഏതൊരു പൗരനെയും അല്ലെ അറസ്റ്റ് ചെയ്ത് ഒരാഴ്ച വിചാരണ കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? ജയിലിൽ അടയ്ക്കാം. ക്ലിയർ ആണോ? പിന്നെന്താണ്? ഏത് സമയം എവിടെ വേണമെങ്കിലും കയറി പരിശോധിച്ച് എന്ത് ചെയ്യാം? തടങ്കിൽ വെക്കാനും എന്ത് ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിച്ചു. ഈ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ മക്കൾ തെറ്റിക്കാതെ അവിടെ ആൻസർ ചെയ്യണം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരുന്നു അതുമായി ബന്ധപ്പെട്ടത്? എന്താണ്? റൗലത്ത് ആക്ട് കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? പിന്നെന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ചോദിച്ചാൽ എന്താണ്? ഏതാണ്? റൗലത്ത് ആക്ട് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ റൗലത്ത് ആക്ടിനെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരാ മക്കളെ? സി ശങ്കരൻ നായർ ആണ്. സി ശങ്കരൻ നായർ ആരാണ്? സി ശങ്കരൻ നായർ എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
അതുപോലെ ഈ ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നൊക്കെ ചോദിക്കും. അതൊക്കെ എന്താണ്? ഈ റൗലത്ത് ആക്ട് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് ഏതായിരുന്നു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? റൗലത്ത് ആക്ട് ആണ്. ക്ലിയർ ആണോ? ഈ സമയത്താണ് എന്ത് ഹർത്താലിലേക്ക് ആഹ്വാനം ചെയ്തത് അല്ലെ? ഇതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു എന്ന് നിന്നിട്ടും ഒരു മൂളിച്ച മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നത് ശരിയായി തിരഞ്ഞെടുക്കുക. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യ സത്യാഗ്രഹനാണ് വിനോബ ഭാവെ എന്ന് പറയുന്നു. ശരിയാണ് എന്നാണ് തോന്നുന്നത് അല്ലെ? നോക്കിയേ, ആൻസർ കമന്റ് ചെയ്തേ. ആണോ? ആണ്. രണ്ടാമത്തെ എന്താണ്? ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്നു. അതെങ്ങനെയാ ശരിയാവും? ആണോ? കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹിയാണ് കേരളപ്പൻ. ആണോ? ആണ്. വ്യക്തി സത്യാഗ്രഹം ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് അറിയപ്പെടുന്നത് ദില്ലി ചലോ മൂവ്മെന്റ് എന്നാണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. 1918 ആരായിരുന്നു ഗേദ സത്യാഗ്രഹം നേതൃത്വം നൽകിയത്? ആരാ മക്കളെ? ഗാന്ധിജിയാണ്. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് നടന്ന അല്ലെ, കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് നടന്നതാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ആരായിരുന്നു? പിന്നെ എന്താണ്, പട്ടേലും അതുപോലെ തന്നെ ഇന്ദുലാൽ യാഗ്നിക്കുമാണ് അവരെ കൂടെ പ്രവർത്തിച്ചത്. ഗാന്ധിജി എന്ത് സംഭവിച്ചിട്ടില്ല? നേതൃത്വം ഒന്നും നടത്തിയിട്ടില്ല. ദുർബലമായതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഗാന്ധി നേതൃത്വം നൽകി, പക്ഷെ ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം ഒന്നും ഇതിൽ പറയാൻ സാധിക്കില്ല. ക്ലിയറാണോ? അപ്പൊ ഏതാ ശരിയാ? 1, 3, 4 ശരി. എവിടെയാണ്? 1, 3, 4 ശരി. ഓക്കെ. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടത് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഏതാണ് ഗേദയാണെന്ന് കൂടി മനസ്സിലാക്കുക കേട്ടോ. ചേരുംപടി ചേർക്കുക. ഒന്ന് സി വരും, രണ്ടാമത്തെ ഡി വരും അല്ലെ? മൂന്നാമത്തെ എന്താ വരിക? 3 ഇ, 4 ഇ, 5 ബി. ശരിയാണോ മക്കളെ? ആണോ? ശരിയാണോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ആ മിസ്സേ, ഞങ്ങൾ ചെയ്യട്ടെ എന്നോ? നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ അവിടെ ചെയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ അവിടെ ചെയ്തു തരുന്നത്. അടുത്ത ചോദ്യം. താഴെ പറയുന്നത് വിലയിരുത്തുക. ഏത് ആൻസർ വരിക? 10ാമത്തെ ആൻസർ. 2, 3, 4 ആണ് ശരി എന്നാണ് നിങ്ങൾ പറയുന്നത്. നോക്കട്ടെ എന്താണ് 2, 3, 4 ശരി? ഓപ്ഷൻ സി ആണ് മക്കളെ ശരി എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഒന്നാമത്തെ എന്താണ്? എന്താണ്? ഗാന്ധിജി അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിളിച്ചത് ടാഗോർ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, വിൽസൺ ചർച്ചിലാണ് അല്ലെ? അപ്പൊ അത് തെറ്റാണ് അല്ലെ? എന്താണ്? ടാഗോറിനെ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാണ് ടാഗോർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ് ആൻസർ വരിക? പറഞ്ഞേ. ഇതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ എന്ത് പറ്റി തെറ്റ്?
സി ആണെന്നൊക്കെ പറയുന്നു. വായിത്തോ എന്താണ് നോക്കട്ടെ. ഇന്ത്യയും നവജീവനം എന്താണ്? രാജാറാം മോഹൻ റായ് പറഞ്ഞ എന്നെ ഗാന്ധിജി ജീവനോടെ ഉണ്ടെങ്കിൽ സമ്മതിച്ചു തരുമോ? ഇല്ല അല്ലെ. ഏതാണ് ആൻസർ? തെറ്റാണ് അല്ലെ. എന്താണ് ആൻസർ വരിക? അതുപോലെ ഈ ബർദോളി സത്യാഗ്രഹത്തെ പിന്തുണച്ച് ഗാന്ധിജി എഴുതിയ ലേഖനമാണ് ഏത്? യങ് ഇന്ത്യ കേട്ടോ. എന്താണ്? ബർദോളി സത്യാഗ്രഹത്തെ പിന്തുണച്ച് ഗാന്ധിജി എഴുതിയ ലേഖനമാണ് ഏത്? ഏതാണ്? യങ് ഇന്ത്യ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ ഒക്കെ ഏതാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി ക്ലിയർ ആക്കി വെക്കുക. എയിം സ്റ്റഡീസിന്റെ ആപ്പാണ് ഷീ ലേണിംഗ് ആപ്പ്. ഷീ ലേണിംഗ് ആപ്പ് പാലക്കാടാണെന്നും കൂടി ഒപ്പം പഠിക്കും ഇതും പഠിച്ചു പോവാന്ന്. അടുത്ത ചോദ്യം നോക്കിയേ. എന്താ ആൻസർ വരിക? തെറ്റായതാണ് ചോദിച്ചു. തെറ്റായത് എന്താണ് തെറ്റ്? നമ്മൾ അപ്പഴേ പറഞ്ഞത് എന്താണ് തെറ്റ്? എന്താണ്? പട്ടേലാണോ ഗാന്ധിജി ആണ് അല്ലെ? അപ്പൊ ഏതാണ് തെറ്റ്? രണ്ട് മാത്രമാണ് തെറ്റ്. ആണോ? എന്താണ് ഗീതാസ്? നമ്മൾ പറഞ്ഞു ഗീതാസത്ര എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈ ഉള്ളിക്കള്ളൻ മോഹൻലാൽ പാണ്ഡെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മോഹൻലാൽ പാണ്ഡെ ഉള്ളിക്കള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതുമായി ബന്ധപ്പെട്ടതാണ്? പറഞ്ഞേ. ഉള്ളിക്കള്ളൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഈ ഗവൺമെന്റ് അധികാരമുള്ള കൃഷികളൊക്കെ എന്ത് ചെയ്ത്? ഉള്ളി വിളവെടുപ്പ് നീക്കാൻ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു. അപ്പൊ അതിന് എന്ത് ചെയ്ത്? ഈ മോഹൻലാൽ പാണ്ഡ്യൻ എന്ത് ചെയ്ത്? അതിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്ത്? വിളനിലങ്ങളെല്ലാം മാറ്റി. പക്ഷേ പറഞ്ഞത് ഗാന്ധിജി ആണെങ്കിലും കള്ളൻ എന്ന പേര് കിട്ടിയത് മോഹൻലാൽ പാണ്ഡ്യക്കാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയറാണോ? അടുത്ത ചോദ്യം. ഓപ്ഷൻ 2 മാത്രമാണ് തെറ്റ്. എന്താണ്? അഹമ്മദാബാദ് മില്ല് 1918 ആണ് അല്ലെ. ഏത് വർഷമാണ്? എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ്? എന്തിനാണ് ഈ സമരം വന്നത്? എന്തിനാണ് ഈ സമരം വന്നത്? എന്തിനാണ് ഈ സമരം വന്ന്? എന്താണ്? അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തി നിങ്ങൾക്കറിയാം. എന്താരായിരുന്നു? അനസൂയ ബഹനാണ്. എന്താണ് സമരത്തിന് റീസൺ? എന്താണ്? തൊഴിലുകൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് അല്ലെ 35% വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചതാണ് എന്ത്? അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ ആണോ? എന്താണ് ഗാന്ധിജി അപ്പൊ ഈ തൊഴിലാളികളുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? അക്രമം ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ കരിങ്കാലികളൊന്നും ഉപദ്രവിക്കാൻ പാടില്ല പറഞ്ഞു. പിന്നെ ആയുധമൊന്നും ഒരിക്കലും ഉപയോഗിച്ചു പോകരുത്. അതുപോലെ തന്നെ വിജയം വരെ നമ്മൾ എന്ത് ചെയ്യണം? സമരം അത് നടത്തണം. വിജയം കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? വഴിയിലൂടെ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. സമരം വിജയം വരെ നമ്മൾ പിന്മാറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 21 ദിവസം എന്ത് സംഭവിച്ചു? ഈ സമരം നീണ്ടു നിന്നു. താഴെ തെറ്റായത് കണ്ടെത്തുക. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഏതാണ്? 14-ാം ചോദ്യം. ഏത് ആൻസർ വരിക? 1922 ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദിയ സംസ്കാര കേന്ദ്രമാണ് എന്താണ് പറയുന്നത്? ഹാരപ്പ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആണോ? എന്താണ് സംഭവിച്ചത്? 1921
22-ലാണോ? അതെ, 1921 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 1921 പിന്നെ എന്താണ്? സിന്ധു നദീ സംസ്കാരത്തിന്റെ കേന്ദ്രമായ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ശരിയാണ് അല്ലെ? എന്താണ്? ശരിയാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളാണ് ദ്രാവിഡർ എന്ന് പറയുന്നു. അതും ശരിയാണ്. പിന്നെ എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപം കൊണ്ട സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമാണ് ലോത്തൽ എന്ന് പറയുന്നു. തെറ്റാണ്. അത് രൂപാറാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ്? 1ഉം 4ഉം തെറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ആദ്യമായി കണ്ടെത്തിയത്? ഏതാണ് ആദ്യമായി കണ്ടെത്തിയത്? ഹാരപ്പയാണെങ്കിൽ രണ്ടാമതായി കണ്ടെത്തിയത് മോഹൻജദാരോ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? 1922 മോഹൻജദാരോ. സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപം കണ്ടത് രൂപാറാണെങ്കിൽ ഏതൊക്കെയായിരുന്നു? സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ 2 നഗരങ്ങൾ ഏതാണ്? ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഹാരപ്പ എവിടെയാ സ്ഥിതി ചെയ്തത്? പാകിസ്ഥാനിലാണ്. എവിടെയാണ്? പാകിസ്ഥാനിലാണെന്ന് കൂടി മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഓക്കെ. പാകിസ്ഥാനിലെ ഹാരപ്പയെ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ദയാറാം സാഹ്നിയാണെങ്കിൽ ഹാരപ്പ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്ന ദേവിയാണ് അല്ലെ? രവിയാണെങ്കിൽ ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പറയുന്നത് ഏതാണ്? ഹാരപ്പ. രവിയാണ്. ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പറയുന്നത് ഹാരപ്പയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ ചെമ്പു നിർമ്മിതികൾക്ക് വളരെ പ്രസിദ്ധമായതാണ് എന്ത്? ഹാരപ്പൻ. എന്താണ്? ചെമ്പു നിർമ്മിതികൾക്ക് വളരെ പ്രസിദ്ധമായ സിന്ധു നദിയുടെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒന്നും ആലോചിക്കേണ്ട, ഹാരപ്പയാണ്. അതുപോലെ തന്നെ സിന്ധു നദിയുടെ ജനതകള് ഈ മൃതദേഹങ്ങളൊക്കെ എന്ത് ചെയ്യും? പെട്ടിയിൽ അടക്കം ചെയ്തത് എന്നിന് തെളിവ് ലഭിച്ചത് എവിടെയാണ്? ഈ ഹാരപ്പയിലാണെന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ എന്താണ് മോഹൻജദാരോ? എന്താ മക്കളെ മോഹൻജദാരോ? പാകിസ്ഥാനിൽ ഏത് സ്ഥലമാണ്? ഏതാണ്? ലാർക്കാന ജില്ല കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. പാകിസ്ഥാനിലെ ലാർക്കാന ജില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അവിടെ എന്താ പ്രത്യേകത? സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് അല്ലെ? ഏത് ഭാഷ? സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഏതാണ് മോഹൻജദാരോ. എന്താ അവിടെ സംഭവിച്ചു? ഇഷ്ടിക പാകിയ വഴിയും അതുപോലെ തന്നെ എന്താണ് ഇരുനില കെട്ടിടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് മോഹൻജദാരോയില് ആദ്യമായി കണ്ടെടുത്ത പ്രശസ്തമായ സംഭവമാണ് ഇത്? മഹാസ്നാനഘട്ടം. എന്താണ്? ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന മഹാസ്നാനഘട്ടം. ക്ലിയർ ആണോ? നൃത്തം ചെയ്യുന്ന അതുപോലെ പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ പുരോഹിതം ഒക്കെ കിട്ടുന്ന എവിടെയാണ്? മോഹൻജദാരോയിലാണെന്നും കൂടി ഓർത്തു വെക്കുക. അതുപോലെ മോഹൻജദാരോവിൽ ഏറ്റവും വലിയ കെട്ടിടമാണ് എന്താണ്? ധാന്യപുരയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് എവിടെയാണ് ചോദിക്കും. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് എവിടെയാണ് ചോദിച്ചാൽ മോഹൻജദാരോ ആണെന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? മോഹൻജദാരോ, ഹാരപ്പ എന്നീ നദിയുടെ സംസ്കാരങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിലാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ് ലോത്തൽ? പറഞ്ഞേ, എന്താണ് ലോത്തൽ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പഠിപ്പിച്ചതാണ്. എന്താണ്? ഉഴവ് ചാലിന്റെ, എന്റെ ക്ലാസ്സിൽ ഉണ്ടാവും ഉഴവ് ചാലിന്റെ അല്ലെ? കാലിബംഗാൻ പ്രത്യേകം പഠിപ്പിച്ചത് കാര്യമാണ് ഉഴവ് ചാല് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു. കാലിബംഗാൻ നമ്മൾ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ലോത്തൽ എന്താ മക്കളെ? ലോത്തൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണെങ്കിൽ എവിടെയാണ്? സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായ പ്രധാന തുറമുഖമാണേത്? ഈ ലോത്തൽ. എന്താണ്? പ്രധാന തുറമുഖമാണ് ലോത്തൽ. ഗുജറാത്തി ഭാഷയിൽ എന്താണ്? നമ്മൾ അപ്പോഴേ പറഞ്ഞു സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഏതാണ്? മോഹൻജദാരോ എന്നും കൂടി നമ്മൾ പറഞ്ഞു. ആണോ? ഇവിടെ എന്താണ്? ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിന് അർത്ഥം മരിച്ചവരുടെ കുന്ന് തന്നെയാണ്. എന്താണ്? സിന്ധി ഭാഷയിൽ മോഹൻജദാരോ ആണെങ്കിൽ ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ കുന്ന് തന്നെയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുപോലെ രാജസ്ഥാന് കേന്ദ്രീകരിച്ചാണ് എന്താണ്? കാലിബംഗൻ എന്ന വാക്കിന് അർത്ഥം കറുത്ത വളകൾ. എന്താണ്? കറുത്ത വളകൾ. ക്ലിയർ ആണോ? ഡ്രെയിനേജ് സംവിധാനം നിലവിൽ ഇല്ലായിരുന്ന സംസ്കാരം ചോദിക്കും. അത് നിലവിൽ ഡ്രെയിനേജ് സംവിധാനം നിലവിൽ ഇല്ലായിരുന്ന ഏതാണ്? കാലിബംഗൻ. ക്ലിയർ ആണോ?
അപ്പൊ ഡ്രെയിനേജ് സംവിധാനം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെന്താണ് എല്ലാ വീടുകളിലും ചെന്നുണ്ടായിരുന്നു, കിണറുണ്ടായിരുന്നു. പിന്നെ ഒട്ടകത്തിലെ ഫോസിൽ കണ്ടെത്തി. പിന്നെ ഉഴവുചാലിന്റെ തെളിവ് കിട്ടിയത് എവിടെയാണ്? കാലിബംഗാൻ എന്നും കൂടി ഓർത്തു വെക്കുക.